കോവിഡ് കാലത്ത് മരുന്നും ഉപകരണങ്ങളും വാങ്ങിയ ഇടപാടുകളിൽ 50 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായെന്ന് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവന്നു. N95 മാസ്ക് വാങ്ങിയതിൽ 8 കോടി രൂപയുടെയും PPE കിറ്റ് വാങ്ങിയതിൽ 5 കോടി രൂപയുടെയും നഷ്ടമുണ്ടായെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് റിനു ശ്രീധർ തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് റിനു, വിശദാംശങ്ങൾ. നേരത്തെ തന്നെ വലിയ രീതിയിൽ ആരോപണം ഉയർന്ന ഒരു സംഭവമാണ് കോവിഡ് കാലത്തെ PPE കിറ്റും അതുപോലെ തന്നെ മാസ്കും വാങ്ങിയതിൽ അടിമുടി ക്രമക്കേട് എന്നുള്ളത്. പ്രതിപക്ഷമടക്കം വലിയ രീതിയിൽ പ്രതിഷേധവുമായി നിയമസഭയിലടക്കം എത്തിയതാണ്. അന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞത് ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് അന്വേഷണം നടക്കുന്നുണ്ട്, ഇതിൽ വിശദമായിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കുമെന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇതാ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ ഓഡിറ്റ് റിപ്പോർട്ട് 24-ന് ലഭിച്ചിരിക്കുന്നു. അടിമുടി ക്രമക്കേട് എന്ന് തന്നെയാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. ഏകദേശം 50-ലധികം കോടി രൂപയുടെ നഷ്ടമാണ് ഈ PPE കിറ്റും അതുപോലെ തന്നെ മറ്റു ഉപകരണങ്ങളും മരുന്നുകളും വാങ്ങിയതിൽ ഉണ്ടായത് എന്നുള്ളതാണ്. 74 പേജുള്ള ഓഡിറ്റ് റിപ്പോർട്ടാണ് KMSCL മാനേജിംഗ് ഡയറക്ടർക്ക് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായി പറയുന്നത് N95 മാസ്ക് വാങ്ങിയതിൽ മാത്രം 8 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നുള്ളതാണ്. PPE കിറ്റ് വാങ്ങിയതിൽ 5 കോടിയുടെ രൂപയുടെ നഷ്ടവും ഉണ്ടായി എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വാങ്ങിയ വിലയേക്കാൾ കുറച്ച് ഈ ഉപകരണങ്ങളൊക്കെ തന്നെ വിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന് കാരണമായി പറയുന്നത് സ്റ്റോക്ക് പരിഗണിക്കാതെ മരുന്നുകളടക്കം വാങ്ങിക്കൂട്ടി എന്നുള്ളത്. അതായത് സ്റ്റോക്ക് ഉണ്ടായിരുന്നിട്ടും അധികമായിട്ടുള്ള മരുന്നുകൾ വാങ്ങിക്കൂട്ടി. ഒപ്പം പകുതി പണം ആദ്യം നൽകുവാൻ വേണ്ടി തീരുമാനിച്ച സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. എന്നാൽ കോർപ്പറേഷൻ അത് അംഗീകരിക്കാതെ മുഴുവൻ പണവും ഈ ഉപകരണങ്ങൾ ഒന്നും തന്നെ ലഭിക്കുന്നതിന് മുമ്പേ തന്നെ കൊടുത്തു തീർക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അടിയന്തര സാഹചര്യം എന്ന് വിലയിരുത്തിയതാണ് ഈ മരുന്നുകളെല്ലാം തന്നെ വാങ്ങിക്കൂട്ടിയത്. അതായത് കോവിഡ് കാലത്തിന് ശേഷവും ഇത്തരം ഈ കച്ചവടം ഇടപാടുകൾ നടന്നു എന്നുള്ളതാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുന്നത്. ഇത് വലിയ സാമ്പത്തിക നഷ്ടത്തിന് കാരണമാവുകയും ചെയ്തു എന്നുള്ള ഒരു കാര്യവും പറയുന്നുണ്ട്. എന്തായാലും വാങ്ങിയ വിലയേക്കാൾ കുറച്ചത് വിറ്റു. മാസ്ക് അതുപോലെ തന്നെ PPE കിറ്റ് വിൽക്കേണ്ടി വന്നതാണ് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കിയത്. ഒപ്പം വെള്ളപ്പൊക്കത്തിൽ പത്തനംതിട്ടയിലടക്കം നിരവധി PPE കിറ്റുകളും മാസ്കുകളും ഒക്കെ തന്നെ നഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഇൻഷുറൻസ് തുക വാങ്ങിയെടുക്കുന്നതിനും ഒപ്പം ഇതിൻ്റെ നികുതികൾ ഒക്കെ തന്നെ കുറച്ച് വാങ്ങുന്നതിനുമുള്ള ഒരു നടപടി കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതും പറയുന്നു. എന്തായാലും ഏകദേശം 50 കോടിയോളം രൂപയുടെ ഒരു ക്രമക്കേട് ഈ PPE കിറ്റും കോവിഡ് കാലത്ത് മറ്റു ഉപകരണങ്ങളും വാങ്ങിക്കൂട്ടിയതിൽ നടന്നു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. KMSCLന്റെ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ ഉള്ളത്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.